കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി പഞ്ചായത്ത് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ സംഘടിപ്പിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വാർഡ് വിഭജനത്തിന് പിന്നാലെ 20 വാർഡുകളായാണ് ഉയർത്തിയത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. മുരിങ്ങനം, പുറായി, ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന LDF കൺവെൻഷൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന പഞ്ചായത്തുകളിൽ നിസ്സംശയം പറയാവുന്ന പഞ്ചായത്താണ് കാരശ്ശേരിയെന്നും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിലേറി ഭരണ തുടർച്ചയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അപ്പോൾ നാം ഉയർത്താൻ വേണ്ടി പോകുന്ന പല ക്യാമ്പയിനുകൾ ഉണ്ടെങ്കിലും അന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കൺവെൻഷനിൽ ആരാണോ കൺവെൻഷനിൽ സംസാരിക്കാൻ വരുന്നവർ അവർ പറയുന്ന ഒരു കാര്യം, ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരളം ഉണ്ടായതിനു ശേഷം ചരിത്രത്തിലാദ്യമായി 15 വർഷം LDFിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഭരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് എന്നുള്ളതാണ്. കൺവെൻഷനിൽ വെച്ച് LDFിന്റെ 5 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. CPIM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് അധ്യക്ഷത വഹിച്ചു. വിവിധ ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.